ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഹൗ ടു റൈറ്റ് എ സയൻറ്റിഫിക് റിപ്പോർട്ട്, എങ്ങനെ ഒരു സയൻറ്റിഫിക് റിപ്പോർട്ട് എഴുതാമെന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ സയൻറ്റിഫിക് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ റിസർച്ച് റിപ്പോർട്ട്സ് എഴുതുന്നത് എന്നുള്ളതാണ്. അതായത് വി ഡു എൻ എക്സ്പെരിമെൻറ്റ്, ദെൻ വി ഗെറ്റ് മോർ റിസൾട്ട്സ്, ദെൻ ദീസ് റിസൾട്ട്സ് മസ്റ്റ് ബി നോൺ ടു പബ്ലിക് ഓർ നോൺ ടു ടീച്ചേഴ്സ്. നമ്മൾ ചെയ്ത റിസൾട്ടിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ടീച്ചേഴ്സിനും പബ്ലിക്കിനും അറിയണം. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് ഒരു റിപ്പോർട്ടാക്കി എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അതിനെ പറ്റിയിട്ടുള്ളതാണ് എങ്ങനെയാണ് റൈറ്റ് റിസർച്ച് റിപ്പോർട്ട്സ്. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ പറയുന്നത്. വാട്ട് പോയിൻറ്റ്സ് വാണ്ട് ടു ബി കൺസിഡേർഡ് ഡ്യൂറിങ് റൈറ്റിംഗ് എ റിസർച്ച് റിപ്പോർട്ട് ഓർ റിസർച്ച് writing. So we must speak to many people and we must investigate, and we did a experiment or hypothesis. Then we get, after experiment we get more results. These results must be we want to correlate with പ്രീവിയസ് ഡാറ്റാസ്. അതായത് നമ്മൾ മുന്നേ ഒത്തിരി പേര് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അവരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റേനെ കോറിലേറ്റ് ചെയ്യണം. ചിലപ്പോൾ അതിൽ നിന്നായിട്ട് റിലേറ്റ് ചെയ്ത് വരാം, ചിലപ്പോൾ പഴയ ഡാറ്റ ആയിട്ട് കോൺട്രഡിക്റ്റ് ചെയ്തിട്ടും വരാം. ഇനി മെയിനായിട്ട് 2 പ്രൈമറി ഗോൾസാണ് ഇതിൽ പറഞ്ഞത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ മൊത്തത്തിന് നമ്മൾ ഗ്യാദർ ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ ഫൈൻഡിങ്സ്, നമ്മൾ കണ്ടുപിടുത്തങ്ങൾ ലെജിറ്റിമേറ്റ് ആയിരിക്കണം. അതാണ് മെയിനായിട്ടുള്ള 2 ഗോൾ. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് ആൻസർ ദ കീ ക്വസ്റ്റ്യൻസ് എന്നാണ് അടുത്തത് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാബ് റിപ്പോർട്ട് നമ്മുടെ ഇൻസ്ട്രക്ടർ, നമ്മുടെ ടീച്ചറായിട്ട് മാക്സിമം എന്തായിരിക്കണം, അത് കോറിലേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മളത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നമുക്ക് കിട്ടിയ വാല്യൂസിന് നമ്മൾ എങ്ങനെയാണ് അത് കിട്ടിയത് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഹൈപ്പോത്തസിൽ ചെയ്തു, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് നമ്മൾ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ടർ നമ്മൾ ഒത്തിരി കീ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഹൈപ്പോത്തസിനെ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഹൗ വി പ്രസൻറ്റ് ഡാറ്റ, നിങ്ങൾ എങ്ങനെയാണ് ആ ഡാറ്റേനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ പിന്നെ പറഞ്ഞതാണ് നമ്മൾ കിട്ടിയിട്ടുള്ള ഡാറ്റേനെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞതാണ് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റ നിങ്ങൾക്ക് എത്രത്തോളം ഡിസ്ക്രിപ്പൻസി ഓർ വേരിയേഷൻ വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞതാണ് എന്താണ് അതിൽ നിന്ന് കിട്ടിയ നിങ്ങൾക്കുള്ള കൺക്ലൂഷൻ, ആ കിട്ടിയ കൺക്ലൂഷൻ റെലവൻ്റ് ആണോ അല്ലയോ, അതാണ് പറഞ്ഞത്. ഇനി നമ്മളൊരു റിപ്പോർട്ട്, ഇപ്പോൾ നമുക്ക് ഡാറ്റാസൊക്കെ കിട്ടി, ആ ഡാറ്റ കിട്ടിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് അതിനൊരു റിപ്പോർട്ടാക്കേണ്ടത്, അതിന് എന്തൊക്കെ ഹെഡിങ്സിൻ്റെ അണ്ടറിലാണ് വരേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. മെയിനായിട്ട് 7 ഹെഡിങ്സ് ആണ് വരുന്നത്. അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ്, റിസൾട്ട്സ്, ഡിസ്കഷൻ, റെഫറൻസ് ആൻഡ് അപ്പൻഡിക്സ്. ഈ 7 ഇതിൻ്റെ അണ്ടറിലാണ് നമ്മൾ വരിക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇനി നമ്മളൊരു എന്തായിരിക്കണം ഒരു റിപ്പോർട്ട് എന്നുള്ളതാണ്. ഇത്ര ഹെഡിങ്സിന് അണ്ടറിലാണ് നമ്മൾ റിപ്പോർട്ട് എഴുതുക. എന്താണ് ആക്ച്വലി റിപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്ലിയർലി സ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രസൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഇൻവെസ്റ്റിഗേഷൻ ദാറ്റ് യു ഹാവ് അണ്ടർടേക്കൺ. അതായത് നമ്മൾ നടത്തിയ എക്സ്പെരിമെൻറ്റിനെ നമ്മളൊരു ഡോക്യുമെൻറ്റ് ക്ലിയർലി സ്ട്രക്ചർലി ആയിട്ട് നമ്മൾ ഓരോ ഹെഡിങ്സിന് കീഴെയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, ഒരു റിപ്പോർട്ടാക്കിയിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് റിപ്പോർട്ട് എന്ന് പറഞ്ഞത്. അതിന് എന്തായിരിക്കും കൃത്യമായിട്ടുള്ള ഓരോ പാർട്സ് പറയുന്നുണ്ട്. ഇനി എത്ര ടൈപ്പ് റിപ്പോർട്ട്സ് ഉണ്ടെന്ന്, കുറേ ടൈപ്സ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് 3 ടൈപ്പാണ് പറഞ്ഞത്: അനലിറ്റിക്കൽ റിപ്പോർട്ട്, പ്രാക്ടിക്കൽ റിപ്പോർട്ട് ആൻഡ് പ്രോഗ്രസ് റിപ്പോർട്ട്. ഇനി എന്താണ് അനലിറ്റിക്കൽ റിപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അതിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിസിഷൻ, ഇത്രയും ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇത്ര സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്ര ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, അതിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫൈൻഡിങ്സ് കണ്ടുപിടിക്കുക. അതിനാണ് നമ്മൾ അനലിറ്റിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞത്. ഇനി പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിനുള്ളിൽ ഇത്ര ഇയറിൽ അല്ലെങ്കിൽ ഇത്ര ഇവൻറ്റ്സ് നടന്നിട്ടുണ്ട്, അതിലുണ്ടായ ചേഞ്ച് എത്രത്തോളം ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ അങ്ങനെ പറയുന്നതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. സയൻറ്റിഫിക് റിപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രാക്ടിക്കൽ സെഷനോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സെഷൻ നടത്തിയിട്ട് നമുക്ക് കിട്ടിയ ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് എഴുതുകയാണെങ്കിൽ നമ്മളതിനെ സയൻറ്റിഫിക് റിപ്പോർട്ട് എന്ന് പറയും.
ഇനി എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള റിസർച്ച് റിപ്പോർട്ടിന് വേണ്ട ഫോമാറ്റ്സ്? മെയിനായിട്ട് 4 ഹെഡിങ്സ് ആണ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ്, റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ. ദെൻ ഈ 4 ഹെഡിങ്സിനെ നമുക്ക് ഷോർട്ട് ചെയ്തിട്ട് പറയാം ഇംറാഡ് എന്ന് പറയും. I for introduction, M for materials and methods, R for results and discussion, D for discussion. അപ്പോൾ ഇംറാഡ് എന്നുള്ള ഒരു ഹെഡിങ്സ് ആണ് നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് സയൻറ്റിഫിക് റിസർച്ച് റിപ്പോർട്ടിൽ ബേസിക്കായിട്ട് വേണ്ട ഫോമാറ്റ് എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഇംറാഡിന് അതിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഇൻട്രൊഡക്ഷൻ? വി മസ്റ്റ് സ്റ്റേറ്റ് എയിം ഓർ ഹൈപ്പോത്തസിസ്. ദാറ്റ് മീൻസ് ഇൻട്രൊഡക്ഷൻ. ഒരു കൊടുക്കുന്ന ഹൈപ്പോത്തസിസിനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ മെത്തേഡ്സ് വിച്ച് മെത്തേഡ്സ് വി ഫോളോ. അതായത് നമ്മൾ എന്തൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തു എന്ന് അതിൻ്റെ പ്രൊസീജിയറായിട്ട് പറയുന്നതാണ് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞതാണ് റിസൾട്ട്. ആഫ്റ്റർ എക്സ്പെരിമെൻറ്റ് വി ഗെറ്റ് മോർ ഡാറ്റാസ്. നമുക്ക് ഒത്തിരി ഡാറ്റാസ് കിട്ടിയിട്ടുണ്ടാവും. ആ ഡാറ്റാസിനെ നമ്മൾ പറഞ്ഞതാണ് റിസൾട്ട്സ്. ഇനി നെക്സ്റ്റ് പറഞ്ഞ ഡിസ്കഷൻ. അതായത് വി ഗെറ്റ് മോർ ഡാറ്റാസ്. ഡാറ്റാസ് മസ്റ്റ് ബി നമ്മൾ എന്തായിരിക്കണം? ആ ഡാറ്റാസിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റാസിനെ നമ്മൾ പറയുന്നതാണ്. അതായത് നമ്മുടെ ഹൈപ്പോത്തസിനെ ഹൗ മച്ച് ഡാറ്റ സപ്പോർട്ട് അവർ ഹൈപ്പോത്തസിസ്. ദാറ്റ് മീൻസ് ഡിസ്കഷൻ. അതിനെയാണ് നമ്മൾ ഡിസ്കഷൻ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ എന്തൊക്കെയാണ് വാട്ട് ഷുഡ് ഐ ഡു ബിഫോർ ഡ്രാഫ്റ്റിംഗ് ദ ലാബ് റിപ്പോർട്ട്? നമ്മളൊരു ലാബ് റിപ്പോർട്ട് വെക്കുന്നതിന് മുന്നേ എന്തൊക്കെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏത് എക്സ്പെരിമെൻ്റ് ആണോ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ്, അത് ലാബ് മാനുവൽ ക്ലിയർ ആയിട്ട് നമ്മൾ വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലാബ് സൂപ്പർവൈസറുടെ അണ്ടറിൽ നമ്മൾ കൃത്യമായിട്ട് ലാബിൽ പെർഫോം ചെയ്യണം. അതിനുശേഷം നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ക്ലിയർലി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക, കിട്ടിയ ഡാറ്റാസിനെ റെക്കോർഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? നമ്മൾ അതിനെ അനാലിസിസ് ചെയ്യുക. അത്രയാണ് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് നമ്മുടെ ടൈറ്റിൽ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നമ്മളൊരു ടൈറ്റിൽ ഉണ്ടാക്കണം. നമുക്കൊരു ഹൈപ്പോത്തസിസ് ഉണ്ടെങ്കിൽ അതിന് ടൈറ്റിൽ ഉണ്ടായിരിക്കുമല്ലോ. ടൈറ്റിൽ എന്താണ്? ടൈറ്റിൽ മസ്റ്റ് ബി ഷോർട്ട് ആയിരിക്കണം, കോംപ്രിഹെൻസീവ് ആയിരിക്കണം. പിന്നെ അതൊരിക്കലും ഒരു കൺഫ്യൂസിങ് ആയിരിക്കരുത്, ഒരു ബ്രീഫ് ആയിട്ടുള്ളതായിരിക്കണം. അതാണ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് പറഞ്ഞാണ് അബ്സ്ട്രാക്റ്റ്. അതായത് നമുക്ക് കിട്ടിയ ഡാറ്റാസ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്താണ് അതിന് നമ്മൾ പ്രിസൈസായിട്ട് സമ്മറൈസ് ചെയ്ത് എഴുതുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞത്. ഇറ്റ് മസ്റ്റ് ബി വിത്തിൻ 150 വേർഡ്സിലായിരിക്കണം. പിന്നെ ഇതിൽ നമുക്ക് ടേബിൾസോ കോളംസോ ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മുടെ സ്റ്റഡീനെ സമ്മറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞത്. ഇനി ഈ അബ്സ്ട്രാക്റ്റിൽ ബാക്ക്ഗ്രൗണ്ട്, മെത്തേഡ്സ്, ഇൻഫർമേഷൻ ഒന്നും അധികം കൊടുക്കരുത്. ഫിഗേഴ്സ്, ഇമേജസ് ഒന്നും പാടില്ല. പിന്നെ റെഫറൻസോ ലിറ്ററേച്ചറോ ഒന്നും നമ്മൾ കൊടുക്കില്ല. അതുപോലെ അബ്രീവിയേഷൻസും നമ്മൾ കൊടുക്കില്ല. ഇനി എന്താണ് ഹൗ ടു റൈറ്റ് എ ഇൻട്രൊഡക്ഷൻ ടു അവർ ഹൈപ്പോത്തസിസ് ഓർ റിസർച്ച് റിപ്പോർട്ട്? റിസർച്ച് റിപ്പോർട്ടിന് നമ്മൾ എങ്ങനെ ഇൻട്രൊഡക്ഷൻ എഴുതും എന്നുള്ളതാണ്. അതായത് ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കണം? 4 ബേസിക് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ്, പിന്നെ നമ്മുടെ ഹൈപ്പോത്തസിസ്, പിന്നെ എന്തുകൊണ്ടാണ് അത് നമ്മൾ റീസൺ ഹൈപ്പോത്തസിസ് വയബിൾ ആണെന്ന് പറയാനുള്ള റീസൺ, അതാണ് പറയുന്നത്. ഇനി അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കണം? എന്താണ് നമ്മുടെ സ്റ്റഡിയുടെ നേച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ, അതായത് നമ്മൾ റീഡർക്ക് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തത് എന്നുള്ളത് ഇൻട്രൊഡക്ഷനിൽ കട്ട് ഷോർട്ടായിട്ട് വരണം. അധികം ടൂ മച്ച് ഇൻഫോർമേഷൻ പാടില്ല, അതുപോലെ തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഡാറ്റാസ് പാടില്ല. ദെൻ we are going to next method, materials and methods. In materials and methods നമ്മൾ പറഞ്ഞത് നമ്മൾ എന്തൊക്കെ എക്സ്പെക്റ്റേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെ നമ്മൾ ലാബിലാണെങ്കിൽ നമ്മൾ ഒത്തിരി എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമല്ലോ, ആ എക്സ്പെരിമെൻറ്റ്സിൽ എന്തൊക്കെ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഉണ്ട് അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നതാണ് മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സിൽ. അപ്പോൾ വാട്ട് ആർ തിങ്സ് വി ഡു ഇൻ ലാബ്, ദെൻ വാട്ട് ആർ ദ പ്രോട്ടോകോൾസ് വി ഫോളോ, അതൊക്കെയാണ് മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സിൽ നമ്മൾ പറയുന്നത്.
ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റിസൾട്ടിൽ നമുക്ക് ആഫ്റ്റർ എക്സ്പെരിമെൻറ്റ് വി ഗെറ്റ് മോർ ഡാറ്റാസ്, നമുക്ക് ഒത്തിരി ഡാറ്റാസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഡാറ്റാസിനെ നമ്മൾ ടേബിളൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, കോളംസിലും റോസിലൊക്കെ ആക്കിയിട്ടുണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെരിമെൻറ്റ്സിനെ നമ്മൾ ഫിഗേഴ്സാക്കി നമ്മൾ ടേബിളൈസ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയ ഡാറ്റാസിനെ എഫക്റ്റീവായിട്ട് നമ്മൾ നമ്മുടെ ടീച്ചറിനോ പബ്ലിക്കിനോ നമ്മൾ അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമ്മൾ ടേബിൾസ് പ്രസൻറ്റ് ചെയ്യാറുണ്ട്, ഗ്രാഫ് പ്രസൻറ്റ് ചെയ്യാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതെന്തിനാണ് ആ ഗ്രാഫ് ടേബിൾസൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസിലി നമുക്ക് ഒരു പാരഗ്രാഫാക്കി എഴുതുന്നതും ടേബിളാക്കി എഴുതുമ്പോഴും നമുക്ക് ഈസിലി അവരെന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. ലാർജസ്റ്റ് ഡാറ്റ, സ്മോളസ്റ്റ് ഡാറ്റ, ഹൗ മച്ച് ഇറ്റ് ഈസ് വാരിയബിൾ ഫ്രം പ്രീവിയസ് ഡാറ്റ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മൾ ടേബിൾസും ഫിഗേഴ്സും ആയിട്ട് റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫിഗേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കാറുണ്ടല്ലേ, നമ്മൾ ഡാറ്റാസിന് നമ്മൾ ഗ്രാഫാക്കി വരയ്ക്കാറുണ്ട്. അതൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സാണ്. ആ ഗ്രാഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി പബ്ലിക്കിനോ നമ്മുടെ ടീച്ചേഴ്സിനോ ഈസിലി അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ പിന്നെ ഡാറ്റാസ് റീഡുഡൻ്റ് ആയിട്ട് വരരുത്. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തരുത്. അതുപോലെ മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് റിപ്പോർട്ട്സ് ഒന്നും നമ്മൾ ഈ ഫിഗേഴ്സിൽ കൊടുക്കരുത്. ദെൻ അതായത് ഡിസ്കഷൻ മീൻസ് ആഫ്റ്റർ അവർ റിസൾട്ട് അനാലിസിസ് വി ഗെറ്റ് മോർ റിസൾട്ട്. ദെൻ ദീസ് റിസൾട്ട്സ് ആർ കൺക്ലൂഡഡ്. അത് നമ്മുടെ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. നമുക്ക് കിട്ടിയ ഡാറ്റാസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫിക്കലി എക്സ്പെരിമെൻറ്റ്സിന് ഡാറ്റാസിന് നമ്മൾ പറയുകയാണ് ചെയ്യുക. ഈ ഡാറ്റാസ് നമ്മൾ എത്രത്തോളം നമ്മുടെ ഹൈപ്പോത്തസിനെ സപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ എത്രത്തോളം പ്രീവിയസ് ഡാറ്റയായിട്ട് റിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം അനോമലസ് അല്ലെങ്കിൽ ഡീവിയേഷൻ വന്നു എന്ന് നോക്കാൻ പറ്റും. ദെൻ ആഫ്റ്റർ ഡിസ്കഷൻ നമുക്കൊരു കൺക്ലൂഷൻ, നമ്മുടെ ഫൈൻഡിങ്സ് ഇന്നതാണ് എന്ന് കൺക്ലൂഡ് ചെയ്യാനും പറ്റും. ഈ റിലേറ്റഡ് ഫൈൻഡിങ്സിനെ നമ്മൾ ഒരു ഹെഡിങ്സിന് അണ്ടറിൽ വരുന്നതാണ് നമ്മൾ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തിയററ്റിക്കൽ പ്രാക്ടിക്കൽ ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂച്ചർ റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡാറ്റയാക്കി നമ്മളതിനെ ഡിസ്കസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതിനുശേഷം പിന്നെ വരുന്നതാണ് റെഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒത്തിരി പേരെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും, കുറേ റിസർച്ച് ജേണൽസോ ബുക്സോ ഒക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ബുക്സിനെയും വർക്കിനെയൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മൾ എഴുതുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ അതിലെന്തൊക്കെ സ്വതവേ അറേഞ്ച് ചെയ്യുക, നമ്മൾ ആൽഫബറ്റിക്കലി ആയിരിക്കും നമുക്ക് കിട്ടിയ ഡാറ്റാസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുക. അതായത് നമ്മൾ ഫോളോ ചെയ്ത ലിസ്റ്റിലെ ആളുകളുടെ പേരോ ബുക്സോ ജേണൽസോ ഒക്കെ നമ്മൾ ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്യും. ആ ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്യുന്ന ഓതറിൻ്റെ നെയിം ഉണ്ടായിരിക്കും, അതിൻ്റെ ലാസ്റ്റ് നെയിം ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ അതിൻ്റെ സൈറ്റേഷൻ ഒക്കെ എല്ലാം കൂടി ചേർത്ത് നമ്മളൊരു ഡാറ്റയാക്കി ലാസ്റ്റിൽ വെക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ റെഫറൻസ് എന്ന് പറയുന്നത്. ഈ റെഫറൻസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ഫർദർ സ്റ്റഡി ചെയ്യുന്ന ആൾക്ക് നമ്മുടെ സ്റ്റഡി പഠിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്തു അല്ലെങ്കിൽ ഏതൊക്കെ ജേണൽസ് റെഫർ ചെയ്തു എന്നുള്ളത് അപ്പോൾ നെക്സ്റ്റ് സ്റ്റഡിക്കും കൂടി നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് റെഫറൻസ്. ഇനി റെഫറൻസിൻ്റെ ഫോർമാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജസ്റ്റ് അടുത്ത പറഞ്ഞത് സയൻറ്റിഫിക് റൈറ്റിംഗ് ആണ്. അത് നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഫ്ലോ സ്മൂത്തായിട്ടായിരിക്കണം എഴുതേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അബ്രീവിയേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ജനറൽ റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് അബ്രീവിയേഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി റിസൾട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക പാസ്റ്റ് ടെൻസ് ആണ്. റിസൾട്ട് ആകുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. എക്സ്പെരിമെൻ്റൽ പ്ലാൻ നമ്മൾ ചെയ്യുമ്പോൾ പ്ലാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും സ്പെൽ ചെക്ക് റിപ്പോർട്ടിൽ നമ്മൾ എപ്പോഴും ക്ലിയർ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ സ്പെല്ലിങ്സ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെയ്യാൻ. ദെൻ
നമ്മൾ ഇനി നമ്മൾ സമ്മറൈസ് ചെയ്യാണ് നമ്മുടെ ഈ ടോപ്പിക്കിനെ. നമ്മൾ സയൻറ്റിഫിക് റിപ്പോർട്ട് റൈറ്റ് ചെയ്യുമ്പോൾ പ്രിസൈസ് ആയിട്ട് നമ്മൾ എഴുതുക, വളരെ ഷോർട്ടാക്കി എഴുതുക, ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം, നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിനെ നമ്മുടെ ടീച്ചേഴ്സിനും പബ്ലിക്കിനും അത് കൺവേ ചെയ്യാൻ സിംപ്ലി നമുക്ക് പറ്റണം. അതിനെയാണ് നമ്മൾ റിസർച്ച് റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.